കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കേന്ദ്ര സർക്കാരിനെ വീണ്ടും മുൾമുനയിൽ നിർത്തി ഡൽഹിയിൽ നാളെ കർഷക പ്രതിരോധം ഇരമ്പും. 3 വർഷം മുമ്പ് നടത്തിയ ഐതിഹാസിക പ്രക്ഷോഭത്തിന്റെ ആവർത്തനം പോലെ ഡൽഹി ചലോ മാർച്ചിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രാക്ടറുകളിലായി കർഷകർ നീങ്ങി തുടങ്ങി. 2000-ലേറെ ട്രാക്ടറുകളിൽ 20,000 കർഷകർ ഡൽഹിയിൽ എത്തുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. കൂടാതെ കാറിലും ബൈക്കിലും ബസിലും മെട്രോ ട്രെയിനുകളുമായി എത്തിയേക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കൃഷിമന്ത്രി അർജുൻ മുണ്ടെ എന്നിവരുടെയും സീനിയർ BJP നേതാക്കളുടെ വസതിയിലും കർഷകർ വളയാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. സംയുക്ത കിസാൻ മോർച്ച, കിസാൻ മസ്ദൂർ മോർച്ച തുടങ്ങിയ 200ഓളം കർഷക സംഘടനകളാണ് പിന്നിൽ. പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ കേന്ദ്രം അന്ന് നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നാണ് ആവശ്യം. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, നിത്യാനന്ദ് റായ്, അർജുൻ മുണ്ടെ എന്നിവർ കർഷക നേതാക്കളുമായി ഛത്തീസ്ഗഡിലെത്തി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. മന്ത്രിമാരുടെ ചർച്ച ഇന്നുണ്ടാകും. ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് കർഷകർ കൂട്ടമായി ട്രാക്ടറുകളിലെത്തി അതിർത്തിയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യും. 40 തവണ മാർച്ചിന് റിഹേഴ്സലുകൾ നടന്നു. ഹരിയാനയിൽ 10ഉം പഞ്ചാബിൽ 30ഉം 100-ലേറെ യോഗങ്ങളാണ് ഒരുക്കങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കർഷകരുടെ ആവശ്യങ്ങൾ മിനിമം താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം, MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം, കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ, കാർഷിക കടം എഴുതിത്തള്ളുക, കർഷക സമരത്തിന്റെ കേസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡൽഹി ചലോ മാർച്ച് നടക്കുന്നത്.